മഹാരാഷ്ട്രയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പ്രതിഷേധത്തിന് ഒരുങ്ങാൻ ഉദ്ധവ് താക്കറെ MLA മാരോട് ആവശ്യപ്പെട്ടു. EVM-നെതിരായ പരാതികൾ സമർപ്പിക്കാൻ സ്ഥാനാർത്ഥികളോട് ശരത് പവാർ ആവശ്യപ്പെട്ടു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ ചെയ്യുന്നു. ശ്രീനാഥ്, അങ്ങനെ ഇപ്പോൾ EVM-നെ കുറിച്ചുള്ള സംശയങ്ങൾ പല ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പല ആവർത്തി ഉയർത്തുന്നുണ്ട്. അത് ഒരു ഘട്ടത്തിൽ BJP ആയിരുന്നു, നേരത്തെ LK അദ്വാനി അടക്കമുള്ളവർ. ഇതിപ്പോൾ EVM-നെതിരെ എന്താണ് പരസ്യ സമരത്തിലേക്ക് ഇറങ്ങാനുള്ള മതിയായ തെളിവുകൾ ശിവസേന ഉദ്ധവ് പക്ഷത്തിന്റെ ഭാഗത്തും ശരത് പവാറിന്റെ ഭാഗത്തും കോൺഗ്രസിന്റെ ഭാഗത്തൊക്കെ ഉണ്ടോ ശ്രീനാഥ്? ഹാഷ്മി, തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും ഈ വിധമുള്ള ഒരു തോൽവി അത് ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്നതാണ്. 6 പതിറ്റാണ്ടിന് ശേഷം ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും നിയോഗിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പരാജയം. രാജ്യസഭയിലേക്ക് 3 പേരെ അയക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി അത് ഒരാളെ മാത്രമായി കുറയുന്നു. ആ രീതിയിലുള്ള ഒരു തകർച്ച അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു അട്ടിമറി തെരഞ്ഞെടുപ്പിൽ നടന്നതുകൊണ്ടാണ് എന്നതാണ്. EVM-നെതിരെയാണ് ഇപ്പോൾ അവരുടെ സംശയമുനകളൊക്കെ തന്നെ നീളുന്നത്. കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെ തന്നെ EVM ഛോഡോ അഭിയാൻ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ തന്നെ തുടങ്ങിയിട്ടുണ്ട്. മറ്റു പാർട്ടികൾ കൂടി ശിവസേന ഉദ്ധവ് വിഭാഗവും NCP ശരത് പവാർ വിഭാഗവും അത് ഏറ്റുപിടിക്കുകയാണ്. ഉദ്ധവ് കഴിഞ്ഞ ദിവസം MLA-മാരുമായി സംസാരിച്ചിരുന്നു. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും EVM-നെതിരായ ഒരു പോരാട്ടത്തിന് നമ്മൾ ഒരുങ്ങുകയാണ്. അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്നതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ശരത് പവാർ ആവട്ടെ, മത്സരിച്ചവരോടൊക്കെ തന്നെ, ജയിച്ചവരാവട്ടെ തോറ്റവരാവട്ടെ, എല്ലാവരോടും പരമാവധി EVM-നെതിരായ പരാതികൾ, തെളിവുകൾ ഒക്കെ തന്നെ ശേഖരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഓരോ ലീഗൽ ടീമിനെ കൂടി വിന്യസിക്കാനാണ് ശരത് പവാറിന്റെ നീക്കം. അങ്ങനെ EVM-നെതിരായ നീക്കങ്ങൾ കുറച്ചുകൂടി പ്രകടമായി, കുറച്ചുകൂടി വലിയ തോതിൽ ശക്തമാക്കുകയാണ് പ്രതിപക്ഷം ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം. ഹാഷ്മി. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ തോൽവി അത്രത്തോളം കനത്ത തോൽവിയാണ്. അതിന് EVM-ന്റെ പ്രശ്നമല്ലാതെ മറ്റ് പ്രശ്നങ്ങൾ അവർ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ EVM ക്രമക്കേട് എന്ന ആരോപണം ഉന്നയിച്ച് പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ പോകുന്നു ശിവസേനയും NCPയും അവിടുത്തെ കോൺഗ്രസ് ഒക്കെ.